ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ്. നട്ടുച്ചയ്ക്ക് ഇവിടെ എത്തി നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. അന്യായ വെയിലും അന്യായ ചൂടും. തണലത്ത് എവിടെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് കരുതി ഈ അറ്റം മുതൽ ആ അറ്റം വരെ നടന്നിട്ട് വെയിൽ കൊണ്ടത് മിച്ചമെന്നല്ലാതെ ഇരിപ്പിടം കിട്ടിയില്ല. എല്ലായിടത്തും ആളുകളാണ്. കണ്ണൂരിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക്. ഒരു 3-4 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ ബീച്ച് വളരെ മനോഹരവും കണ്ണൂരിലെ ഒരു പ്രധാന വിനോദ കേന്ദ്രവുമാണ്. ഏതൊരു ബീച്ചിലെയും പോലെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും നല്ല തിരക്കായിരിക്കും. ഈ ബീച്ചിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, നല്ല ക്ലിയർ ആണ്. അങ്ങനെ വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ ആയിട്ടാണ് തോന്നിക്കുന്നത് വെള്ളത്തിന്. ഇവിടെ ഇങ്ങനെ നെടുനീളത്തിലൊരു നടപ്പാതയൊക്കെ പണിതിട്ടിട്ടുണ്ട്. അതിനപ്പുറം റോഡാണ്. ഈ നടപ്പാതയ്ക്കിടയിലായിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോഡിന് അങ്ങേ സൈഡിലായിട്ട് കുട്ടികൾക്കായിട്ടുള്ള പാർക്കുണ്ട്. അവിടെ ചാടി തിമിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ അല്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും ഓപ്പൺ ആകുമായിരിക്കും, അറിയില്ല. അങ്ങനെ ബീച്ചിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നല്ല പൊരി വെയിലത്ത് സൺബാത്തൊക്കെ നടത്തിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഓരോ യാത്രകളും ഓരോ കാഴ്ചകളും ഓരോ അനുഭവങ്ങളാണല്ലോ. ഇവിടെ നമുക്ക് ഒട്ടക സവാരിയും കുതിര സവാരിയും ഒക്കെ നടത്താനുള്ള അവസരമുണ്ട്. ഈ ഒരു ഭാഗത്ത് നട്ടുച്ചയ്ക്ക് ഇത്രയും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന സ്റ്റാൻഡിന്റെ മുകളിൽ കയറിയിട്ട് വേണം ഒട്ടകത്തിന്റെ പുറത്ത് വലിഞ്ഞു കയറാൻ. 2 പേര് ഒരു റൗണ്ട് സവാരിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. 200 രൂപയോ മറ്റോ ആണ് ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്നതിന് ചാർജ് എന്ന് തോന്നുന്നു. അങ്ങനെ കടപ്പുറം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബീച്ചിനോട് തന്നെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശവകുടീരങ്ങളാണ്. ശാന്തിതീരം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. നിരവധി പ്രശസ്ത വ്യക്തികളെ ഇവിടെയാണ് സംസ്കരിച്ചിട്ടുള്ളത്. സുകുമാർ അഴീക്കോട്, കോടിയേരി ബാലകൃഷ്ണൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഇ.കെ. നയനാര്, എ.കെ. ഗോപാലൻ തുടങ്ങി പ്രശസ്തരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഈ പയ്യാമ്പലം ബീച്ച്. ഈ കാണുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരക സ്തൂപമാണ്. അതിനടുത്ത് തന്നെ സഖാവ് എ.കെ.ജിയുടെ സ്മാരകവും കാണാം. ഇത് എം.വി. ശങ്കരന്റെ ശവകുടീരം. ജെമിനി സർക്കസിന്റെയും ജംബോ സർക്കസിന്റെയും ഒക്കെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ശവകുടീരം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സഖാവ് ഇ.കെ. നയനാരുടെ സ്മാരകവും കാണാം. വിശ്രമം അറിയാത്ത മഹത്തായ ഒരു ജന്മം ഇവിടെ വിശ്രമിക്കുന്നു. എം.വി. രാഘവന്റെ സ്മാരകത്തിന്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളാണ്. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം.വി. രാഘവൻ. ഈ കാണുന്നതാണ് സുകുമാർ അഴീക്കോടിന്റെ ശവകുടീരം. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഈ ഗുരുദേവ സൂക്തമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ബീച്ചിൻ്റെ വോക്ക്വേയിലേക്ക് ഇറങ്ങി. ഇങ്ങേ അറ്റത്ത് 2 ഫ്ലാറ്റുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പയ്യാമ്പലം ബീച്ചിൻ്റെ കാഴ്ചകൾ. സായാഹ്നങ്ങളിൽ ഫാമിലിയായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇവിടം. അപ്പം കണ്ണൂരുകാരുടെ സായം സന്ധ്യകളൊക്കെ വളരെ വിനോദകരവും ആനന്ദകരവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.